ഈ നെടുമങ്ങാട് നടന്ന സംഭവം കണ്ടില്ലേ? CPMൻ്റെ DYFIയുടെ ആംബുലൻസ് SDP-ക്കാർ കത്തിച്ചു. അതിനെതിരെ വസീഫ് ഉൾപ്പെടെ എന്തൊരു ഖാനാണ് ഷിജു ഖാൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നു, വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നു, പ്ലക്കാർഡ് ബോർഡ് ബാനറൊക്കെ പിടിച്ചിട്ട്. പക്ഷെ ഒരിടത്തും SDPI എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ സൂക്ഷ്മത കാണിക്കുന്നു. SDPI എന്ന് പറയാൻ CPMന് പേടിയാണ്. ഈ സംഭവത്തിൻ്റെ തുടക്കം ഞാൻ അന്വേഷിച്ചു. കാരണം അവിടെ ഒരു പ്രാദേശികമായി ഒരു റോഡ് തകർന്നു കിടക്കുകയാണ്. റോഡ് തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് SDP-ക്കാർ ഒരു ബോർഡ് വെച്ചു. ഈ ബോർഡ് CPMമാർ കത്തിച്ചു. അതേ തുടർന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടികിട്ടി. ഉടനെ സംഭവിച്ചത് 3 SDPI പ്രവർത്തകരെ 60ഓളം സഖാക്കൾ വളഞ്ഞിട്ടടിച്ചു. അതിന് ഒരു DYFIക്കാരനെ SDP-ക്കാർ തിരിച്ചു തല്ലി. ഉടനെ CPMകാർ ഹെൽമറ്റ് വെച്ചുകൊണ്ട് പോയി SDP-യുടെ ഒരു ആംബുലൻസിൻ്റെ ചില്ലുകൾ പൊട്ടിച്ചു. തിരിച്ച് SDP-ക്കാർ വന്നിട്ട് CPMൻ്റെ അല്ലെങ്കിൽ DYFIയുടെ ആംബുലൻസും കത്തിച്ചു. അപ്പോൾ ഇവർ തമ്മിൽ അടിക്കട്ടെ, ഈ കളിയിൽ നമ്മളില്ല എന്ന് പറഞ്ഞ് അയ്യപ്പനും കോശിയും കളിച്ച് മാറി നിൽക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് നൈതികമായ 2 പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ഈ ഏത് ദുരന്തമുണ്ടായാലും, ഏത് പ്രതിഷേധമുണ്ടായാലും, ഏത് യുദ്ധമുണ്ടായാലും ഒഴിവാക്കുന്ന വാഹനമാണ് ആംബുലൻസ്. ഈ ആംബുലൻസ് തകർക്കാൻ CPM കാണിക്കുന്ന ഒരു തെമ്മാടിത്തരം, അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ SDP വരുന്നു. അതേ നാണയത്തിൽ അതിനേക്കാൾ കൂടുതൽ മറ്റൊരു ചില്ല് പൊട്ടിച്ചെങ്കിൽ നിൻ്റെ ആംബുലൻസ് ഞാൻ കത്തിക്കും. ആംബുലൻസുകളെ പോലും വെറുതെ വിടാൻ തയ്യാറാവാത്ത നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് CPMും SDP-യും മാറുന്നു. ഒന്നത്. രണ്ടാമത്തെ കാര്യം, SDP-ക്കാർ എന്തു ചെയ്താലും CPM അവരുടെ പേര് പറയില്ല. നെടുമങ്ങാട് കണ്ടു, പള്ളുരുത്തി സെൻറ്റ് റീത്ത സ്കൂളിൽ SDP-ക്കാർ പ്രശ്നം ഉണ്ടായപ്പോൾ CPMും കോൺഗ്രസും SDP-യൊന്നും മിണ്ടിയിട്ടില്ല. എന്തിന് ഒരമ്മയുടെ നിലവിളി നമ്മൾ ഓർക്കുന്നുണ്ടല്ലേ, ഞാൻ പറ്റ മകനെ എന്ന് പറഞ്ഞിട്ട്. അഭിമന്യുവിൻ്റെ കേസ് വന്നപ്പോൾ വർഗീയത തൊലയട്ടെ എന്ന് പറയാനല്ല, SDP-ഐ തൊലയട്ടെ എന്ന് CPM ഒരിടത്തും പറഞ്ഞില്ല. ആ കേസിൻ്റെ അവസ്ഥ, ആ കോടതിയിലിരുന്ന കുറ്റപത്രം വരെ കാണാതെ പോയി. കോവിഡ് കാലത്ത് പട്ടിണി കിടന്ന് നരകിച്ച് SDP-കാരൻ വന്ന് കീഴടങ്ങിയപ്പോഴാണ് അവനെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ SDP-യോട് ഇത്ര ഭയം എന്താണ് CPMന്? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CPMൻ്റെ അകത്തെ ഈ ഷിജു ഖാനെ പോലുള്ള ആളുകളുണ്ടല്ലോ, ഷിജു ഖാൻ, റഹീം, വസീഫ്, ഈ KN കുഞ്ഞഹമ്മദ്, PK പോക്കർ, ഞാൻ ഷിജു ഖാൻ്റെ കഴിഞ്ഞ ദിവസം വേറൊരു പോസ്റ്റും കണ്ടിരുന്നു. ഏതാണ്ട് ഷിജു എന്നൊക്കെ പേരുള്ള ഒരാളുടെ പേഴ്സ് കണ്ടുകിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാള് ഷിജു ഖാൻ്റെ സമുദായത്തിൽ തന്നെ പെട്ട ഒരാളാണ്. ഷിജു ഖാൻ്റെ വീട്ടിൽ രാത്രി ഒരു 10 മണിയായപ്പോഴും മറ്റേ ചെന്നു, ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിച്ചിട്ട് പേഴ്സ്. അപ്പോൾ ഇത് എൻ്റേതല്ല, കാരണം എൻ്റേത് ഷിജു ഖാൻ എന്നാണ് പേര്, ഇതിൻ്റെ അടുത്ത് വരുന്നതാണ്, സ്പെല്ലിങ് വ്യത്യാസമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഷിജു ഖാൻ്റെ പാർട്ടിയിലെ ഏതോ ഒരു ഏരിയ സെക്രട്ടറിയൊക്കെ വിളിക്കുന്നു, പാർട്ടിയിലെ ആ സമുദായത്തിൽപ്പെട്ടവരെ മൊത്തത്തിൽ ആ പോസ്റ്റിൽ മുഴുവൻ ഈ സമുദായത്തിലെ ആളുകളുടെ പേരേ ഉള്ളൂ. മൊത്തത്തിൽ ഉണർത്തിയിട്ട് ആ ആളിനെ, സമാന പേരുള്ള ആളിനെ കണ്ടുപിടിച്ച് രാത്രി തന്നെ 40,000 രൂപ മറ്റോ പേഴ്സിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് തിരിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഭയങ്കരമായ ജീവകാരുണ്യ കഥ, ഈ ആംബുലൻസ് കഥ ഷിജു എഴുതുന്നതിൻ്റെ തലേന്ന് ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഭയങ്കര സ്വത്വപ്രകാശനമാണല്ലോ നടന്നിരിക്കുന്നത്. ഈ KN കുഞ്ഞഹമ്മദ് നമ്മുടെ എളമരം കരീം മന്ത്രിയൊക്കെ ആയിരുന്ന കാലത്താണ് KN കുഞ്ഞഹമ്മദിന് വലിയ സ്വത്വപ്രകാശനം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് BS ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ ഒരു കമന്റ് പറഞ്ഞു. അതെ, അപ്പൊ ഈ സ്വത്വപ്രകാശനം പിന്നെ വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവരുടെ കാര്യം പറയാ, ഗുജറാത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് പറയാ, മറ്റേ വശം പറയില്ല. ഇരവാദം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ്. അയാൾ പിന്നെ ഇരകളുടെ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞിട്ട് എഴുതിയല്ലോ, ബാക്കി കാര്യങ്ങളൊന്നും പറയില്ല. ഗുജറാത്ത് പറയും, പക്ഷെ 1946 പ്രത്യക്ഷ സമരദിനത്തില് മറ്റേ 10 ലക്ഷം ഹിന്ദുക്കൾ ഡയറക്റ്റ് ആക്ഷൻ ഡേയില് 4 ദിവസം ഹിന്ദുക്കളെ കൊന്ന, അതല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണകൂട ഭീകരത. ഷഹീദ് സുഹ്റവർദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടില്ല.
മറ്റേ കർഷകരെ കൊന്ന മറ്റേ ഗോത്ര പറയില്ല. ഗോത്ര പറയില്ല. അതങ്ങനെയാണല്ലോ, ആ നറേറ്റീവ് പോകുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേണമെങ്കിൽ ഒരു ആംബുലൻസ് അല്ലെങ്കിൽ ഒരു പൊതുവാഹനം കത്തിക്കുക എന്ന് പറഞ്ഞാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയൊക്കെ കിട്ടാവുന്ന കേസാണ്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴും എനിക്കറിയാം, അതിനകത്ത് ഡമ്മി പ്രതികളെ കൊടുക്കും. പ്രതികളെ പിടിച്ചാൽ, കേസ് നന്നായിട്ട് നടത്തിയാൽ ഇവർക്ക് ഇനി പാസ്പോർട്ട് കിട്ടത്തില്ല, ഒരു സർക്കാർ ജോലി കിട്ടത്തില്ല, അങ്ങനെ കടുത്ത നടപടികൾ എടുക്കാൻ വകുപ്പുള്ള കേസാണ്. പക്ഷേ ആ കേസ് പ്രൊസീഡ് ചെയ്യില്ല. അഭിമന്യു കേസിലെ പ്രതികൾ വെറുതെ വിടപ്പെടുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞ പോലെ ഈ നെടുമങ്ങാട കേസും പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അഭിമന്യു കേസിലെ ചില പ്രതികളിലെ SDPA-ക്കാരായ ചില പ്രതികളെ രക്ഷപ്പെടാൻ പാർട്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് ആക്ഷേപമുണ്ട്. അത്യാവശ്യം ആ കുറ്റപത്രം ഒക്കെ കാണാതായതൊക്കെ വായിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് തോന്നും. ഇതിൻ്റെ അകത്ത് ഷിജു ഖാൻ്റെ പോസ്റ്റിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു സുനിലെ? അത് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കട്ടെ, 4-5 വരി. നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ റെഡ് കോർ, അതായത് DYFIയുടെ, ഇയാൾ DYFIയുടെ ആളാണല്ലോ, റൈറ്റ് കെയർ ആംബുലൻസ് തീവച്ച് നശിപ്പിച്ചു. നെടുമങ്ങാട് ഏരിയ സെക്രട്ടറി കേപ്പ് പ്രമോഷൻ സ്ഥലത്ത് പോയി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്ത ആംബുലൻസ് പൂർണ്ണമായി കത്തിപ്പോയി. രാത്രി 11:50 ശേഷം ഓടിക്കൂടിയവരുമായിട്ടും പോലീസുമായും ആശയവിനിമയം നടത്തി ഷിജു ഖാനും സഖാക്കളും. DYFIയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ മതിപ്പുളവാക്കുന്നത് കണ്ട് അസഹ്യതയുണ്ടായ വർഗീയ വലതുപക്ഷ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങൾ വലിയ അസ്വസ്ഥതയാണ് പ്രകടിപ്പിക്കുന്നത്. വർഗീയ വലതുപക്ഷ എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഷിജു ഖാൻ ഇത് BJPയുടെ മുകളിലും RSSന്റെ മുകളിലും വെക്കുമായിരുന്നു. എന്നിട്ട് SDPA രക്ഷിച്ചു കൊടുക്കുമായിരുന്നു. കാരണം SDPA ഇവരുടെയും കൂടി വോട്ട് ബാങ്ക് ആണല്ലോ. അപ്പോഴും ഞാൻ പറഞ്ഞ സ്വത്വ പ്രകാശനം പൂർത്തിയാവും. ഞാൻ വെറുതെ അല്ലേ ഈ സ്വത്ത്. അല്ല, ഇതിനകത്ത് വേറൊരു വശമുണ്ട്. നാട്ടിലെ റോഡ് തകർന്നു കിടക്കുന്നു, അതിന് CPM ആണ് ഉത്തരവാദി. CPMൻ്റെ പഞ്ചായത്ത് മെമ്പറാണ് ഉത്തരവാദി. അയാളുടെ അനാസ്ഥയാണെന്ന് കാണിച്ച് SDPക്ക് ഒരു ബോർഡ് വെക്കാൻ അവകാശമില്ലേ? അതെ, അവിടെ CPMൻ്റെ ധാർഷ്ട്യമല്ലേ പ്രശ്നം? SDPക്കാർ വെച്ചെങ്കിൽ അത് ഇവർക്ക് കത്തിക്കേണ്ട കാര്യം എന്താ? നെടുമങ്ങാട് ഈ CPM-ഉം SDPയും തമ്മിൽ വലിയ സംഘർഷം ഉള്ള മേഖലയാണ് ഇപ്പം നെടുമങ്ങാട്. അപ്പോൾ പഴയതുപോലെ ഇപ്പോൾ പ്രേമം ഇല്ല. പക്ഷെ ഇവർക്ക് വസീഫ്, ഷിജു ഖാൻ തുടങ്ങിയവർക്ക് ഭയങ്കര പ്രേമമാണല്ലോ. അതാണ് ഞാൻ ഈ നേരത്തെ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല ഇതിൻ്റെ അകത്ത്. അതിന്റെ നോമിനികളാണ് ഇവിടെ, പ്രോക്സിയാണ്. അവരൊന്നിച്ചാണ്. പാർട്ടി SDPക്കെതിരെ നിലപാടെടുത്താലും ഞങ്ങൾ ഒന്നിച്ചാണ്. ഞങ്ങൾ വേറൊരു സ്വത്വമാണെന്ന്, ഞങ്ങൾ ഇസ്ലാമാണെന്ന്. CPMന്റെ അകത്ത് ഇസ്ലാമാണ്. അതാണ് ഈ പോസ്റ്റിൽ എവിടെയാണ് SDPA എന്നുള്ളത്? ഇല്ല. ഈ പോസ്റ്റിൽ എവിടെയാണ് ഞങ്ങൾ ആദ്യം SDPയുടെ ആംബുലൻസിന്റെ ഗ്ലാസ് തകർത്തു എന്ന് പറയുന്നത്? അതെ. ഇതിലെവിടെയാണ് ആദ്യം ഞങ്ങൾ SDPയെ ആക്രമിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? SDPയെ CPM ആണ് അവിടെ ആദ്യം ആക്രമിച്ചത്. ആക്രമിച്ചത് തെറ്റാണെന്ന് ഷിജു ഖാന് തോന്നിയിട്ടാണ് ഇവരെ വെള്ളപൂശുന്നെങ്കിൽ ശരി, നമുക്ക് അംഗീകരിക്കാം. അതെ, SDPക്കാരനെയും രാഷ്ട്രീയമായി നേരിടുക എന്നല്ലാണ്ട് കായികമായി ആക്രമിക്കുന്നത് ശരിയല്ല. അല്ല, SDPക്കാരും രാഷ്ട്രീയമാണ് നടത്തിയത്. കാരണം അറിയോ, SDPI റോഡ് തകർന്നു കിടക്കുന്നതിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ചു. അത് കത്തിക്കാൻ കത്തിച്ചതോടെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതെ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പണ്ടത്തെ ഒരു സിനിമാ പാട്ട് പോലെ അല്ലേ, പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്ന വിളിച്ചു എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രേമ സംഭവമാണ് ഇതിൻ്റെ അകത്ത്. ഈ CPMന്റെ അകത്തെ ഈ ഇസ്ലാമും SDPA എന്ന് പറഞ്ഞ ഇസ്ലാമും ഒക്കെ ഈ മറ്റേ ഒക്കെ ചങ്ങാതിമാരാണ്. അതുകൊണ്ടാണ് ഷിജു ഖാൻ റഹീം ഇങ്ങനെ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഈ സിമി നിരോധിച്ചു കഴിഞ്ഞപ്പോൾ സിമിക്കാർ കുറേ പേര് പാർട്ടിക്കകത്ത് നുഴഞ്ഞു കയറിയിട്ടേ ഇതിനെ ഹൈജാക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയില്ലേ? നമ്മൾ ഈ KT ജലീൽ പലപ്പോഴും പോസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാമല്ലോ സ്വത്വ പ്രകാശനം എന്നുള്ളത്. കാരണം ഈ ആസാദ് കാശ്മീർ എന്ന് അയാൾ പറഞ്ഞില്ലേ? അതെ, പറയല്ല, എഴുതിയിട്ടു. പിന്നെ ഇവരിപ്പോ അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് ഈ
മുസ്ലിം ലീഗ് തുടങ്ങിയ സംഭവമൊക്കെ ഉണ്ടല്ലോ ഇസ്ലാമികമായ, ഇതിനെയൊക്കെ ഇപ്പൊ ഹമാസിനെ മറ്റവർ പറ്റിച്ചു എന്ന് പറയുന്നത് പോലെ, കരാറുണ്ടാക്കി പറ്റിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഇവരെയൊക്കെ പറ്റിക്കും CPM. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ മന്ത്രിമാരായ മന്ത്രിസഭയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നായന്മാർ മന്ത്രിസഭയിൽ വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. മാത്രമല്ല ഈ ശരിക്കും ഒരു ഹിന്ദു മന്ത്രിസഭ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ നിർത്തിക്കൊണ്ട് പോവുകയും ആകെ പിന്നെ മറ്റേയാള് ഇസ്ലാമായിട്ട് അവർ മൊല്ലാക്കന്മാരെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. റിയാസിന്റെ ഭാര്യയെ കുറിച്ച് വീടിനെ കുറിച്ച് പറഞ്ഞെന്താ? റിയാസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയെ മതം മാറ്റിയിട്ടില്ലല്ലോ. അതെ. അപ്പൊ പിന്നെ അംഗീകരിക്കാൻ വിചാരാണെന്നല്ലേ അയാൾ പ്രസംഗിച്ചത്. പിന്നെ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞ ആൾക്ക് ചെറിയ സ്പോർട്സ് യുവജനക്ഷേമല്ലേ ഉള്ളൂ, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും വലിയ മന്ത്രിസ്ഥാനമായിട്ടൊന്നും കരുതേണ്ടതില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഷംസീറിന് സ്പീക്കർ സ്ഥാനവും. ഇസ്ലാമിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ലീഗ് വെള്ളത്തിലാവുമല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇനിയും ഭരിക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ പിരിച്ചുവിട്ടിട്ട് അതിലെ മുസ്ലിങ്ങൾ ഒറ്റയ്ക്ക് ഈ പാർട്ടിയിൽ വരിക എന്നുള്ളതേ CPM ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, CPM ഇങ്ങനെ മുസ്ലിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ വസീഫിനെ പോലെ ഷിജുഖാനെ പോലെയുള്ള ചില ആളുകൾ CPM-നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വേറെ തരത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തൊരപ്പൻ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ നെടുമങ്ങാട് കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.